ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോൾസെയിലേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എന്നും പ്ലാന്റ്സ് എടുക്കുകയും സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വീട്ടമ്മമാരും അതുപോലെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അതിലേക്ക് നിന്ന് ഒരു വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, അതുപോലെ ചെറിയ ചെറിയ നഴ്സറികൾ, നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ ചെടികൾ എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പ്ലാന്റ് എടുത്ത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വരും. എന്നാൽ കാര്യമായ രീതിയിൽ യാതൊരു പ്രോഫിറ്റും നമുക്ക് കിട്ടില്ല കേട്ടോ. കഴിഞ്ഞ് ഞാൻ ബോഗൺവില്ലയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്ന് ചോദിച്ചു കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോൾസെയിലേഴ്സിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ റേറ്റിൽ, അത് ചെറിയ ചെറിയ റേറ്റ് എന്ന് പറയുമ്പോൾ തീരെ നിസ്സാര റേറ്റ് അല്ല, എന്നാലും നമുക്ക് കേരളത്തിനകത്ത് നിന്നും കിട്ടുന്നതിൽ നിന്നും കുറച്ചുകൂടി റേറ്റ് കുറവിൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും കേട്ടോ പ്ലാന്റ്സ് എത്തുന്നത്. അത് ഓർഡർ എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടായിരിക്കും പ്ലാന്റ്സ് എത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ദിവസം കാറ്റലോഗുകളും ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഇതുപോലെ കുറേ പേർക്ക് പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് എൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി വന്നപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒന്ന് നിർത്തിയതാണ്. ഇപ്പം ഞാനത് വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്ലാൻസ് എല്ലാം നമുക്ക് അതിനകത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ 10-50 പ്ലാന്റ് എടുത്താൽ ഹോൾസെയിലായോ? ഇല്ല. ചില പ്ലാന്റ്സ് നമുക്ക് ഒരു ട്രേ, ആ ഒരു ട്രേയിൽ 100 പ്ലാന്റ്സ് ആണെങ്കിൽ അത് അങ്ങനെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ ആ ഒരു ട്രേ ഫുൾ എടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സൊക്കെ എടുക്കുമ്പോൾ അത് വളരെ നഷ്ടമായിരിക്കും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ മാൻഡിവില്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ വെറൈറ്റീസും 100 എണ്ണം വെച്ചിട്ട് വരുന്ന ഓരോ ട്രേ ആയിട്ട് നമ്മൾ എടുക്കണം. പിന്നെ ചില വെറൈറ്റീസും നമുക്ക് നമ്മുടെ ഡീലർ പറയുന്നത് പോലെ ഒരു വെറൈറ്റി 500 എണ്ണം എടുക്കേണ്ടി വരും. റോസൊക്കെ വരുമ്പോൾ നമ്മൾ 1000-1500 എണ്ണമൊക്കെ വെച്ചിട്ട് ചെറിയ പ്ലാന്റ്സ് നമ്മൾ എടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് നഷ്ടം വരില്ല കേട്ടോ. നമുക്ക് ഈ കുഞ്ഞു പ്ലാന്റ്സ് എടുത്ത് നമ്മുടെ കയ്യിലൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പിൽ നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും. ഇത് ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്ലാന്റ് 100 എണ്ണം കിട്ടി എന്ന് വെച്ചിട്ട് എല്ലാ പ്ലാന്റ്സും അതുപോലെ കിട്ടണം എന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ആവശ്യം, അത് എത്ര എണ്ണം വെച്ചിട്ടാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു തരും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ അവിടെ പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കണം കേട്ടോ. പിന്നെ അതിനകത്തൊരു ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റേറ്റ് വരും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ചാർജ്, അത് ഒരു 1000 അല്ലെങ്കിൽ 2000 രൂപയുടെ ഉള്ളിലൊക്കെ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. നിശാഗന്ധി എന്നെ വിശ്വസിച്ചിട്ട് കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സെയിലും കാര്യങ്ങളും കിട്ടാൻ പാകത്തിൽ, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സ് വരിക. ഒരുപാട് വലിയ പ്ലാന്റ്സ് ആരും പ്രതീക്ഷിക്കേണ്ട, നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ അത്തരം സൈസിൽ ചില പ്ലാന്റ്സ് നെറ്റ് പോട്ടാണെങ്കിലും കുറച്ച് വലിയ പ്ലാന്റ്സ് ഉണ്ടാവും, ചിലത് ചെറുതേ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. പ്ലാന്റ്സ് കയ്യിലെത്തുമ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾ കറക്റ്റ് ഫോട്ടോസും വീഡിയോസും എടുത്ത് അറിയിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതല്ല നമ്മുടെ കയ്യിലൊക്കെ വെച്ച് നമ്മുടെ നോട്ടക്കുറവ് കൊണ്ടാണ് നാശമായി പോയതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്ത് ബിസിനസ് ചെയ്തോട്ടെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാർന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെടികളുടെയൊക്കെ ഒരു മേഖലയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഡ്രസ്സിൻ്റെയും ജ്വല്ലറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണല്ലോ ഇപ്പോൾ ഒന്ന് കൂടുതൽ പേരും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 ദിവസം കയ്യിലിരുന്നാലും യാതൊരു പ്രശ്നവും വരില്ല. പക്ഷേ ഈ ചെടികളുടെ കേസ് അങ്ങനെയല്ല. നമ്മളൊന്ന് ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റും കയ്യിൽ നിന്ന് പോകുന്നൊരു കണ്ടീഷനായിരിക്കും കേട്ടോ. ഇന്ന് പുതിയ പുതിയ ചെടികൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതായത് ഒരു വീട് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഓഫീസ്, ഒരു കമ്പനി, ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം മെയിൻ ഘടകമായിട്ട് വരുന്നത് പോട്ടെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് നോക്കൂ, അവിടെ പോയാലും നമുക്ക് മെയിനായിട്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിലുണ്ടായിരിക്കുന്നത് ഒരു 2-3 ചെടികളെങ്കിലും വെച്ചിട്ട് ഉണ്ടായിരിക്കും അല്ലേ.
അപ്പോൾ ഈ ഒരു ഗാർഡനിങ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപുലമായൊരു മേഖലയാണ് കേട്ടോ. പലർക്കും നല്ല രീതിയിൽ ജീവിതമാർഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ ഗാർഡനിങ് മാറിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വീട്ടിലെ ചെടി ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആരും കൊടുക്കുന്നവരില്ല, വാങ്ങിക്കുന്നവരില്ല. പണ്ടൊക്കെ വീടുകളും നാടും തമ്മിലൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല അല്ലേ. ഇന്നിപ്പോൾ എല്ലാവരും മതിലൊക്കെ കെട്ടി ഓരോരുത്തരുടെ പ്ലോട്ടിന് ഓരോരുത്തരുടെ വീട്ടിനകത്ത് ഇരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കമൊക്കെ പൊതുവെ കുറയും. അപ്പോൾ എൻ്റെ കയ്യിൽ ചെടിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ മേടിച്ചോ, ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ചെടികളുടെ ഒരു മേഖല സെയിൽ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ. ഒത്തിരി റിസ്ക് ഉണ്ട്. അതായത് നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ജ്വല്ലറി ഐറ്റംസ്, ഡ്രസ്സ്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ ചെടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ യാതൊരു കോംപ്രമൈസും ഇല്ല. സംഗതി എടുക്കുക, നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യാം. അത് വളരെ ഹാർഡ് വർക്കാണ് കേട്ടോ. അതായത് ചെടികളേനൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ചെടികളുടെ മേഖലയിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വീട്ടിലും 1-2 പീസുകൾ, അത് കഴിയുമ്പോൾ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് സെയിലൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് പുതിയ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പതിയെ ഈ കാർഷിക കോളേജുകൾ അങ്ങനെയൊക്കെ ഇടങ്ങളിൽ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ടാകും. അപ്പോൾ നമുക്ക് പതിയെ അവിടേക്ക് ഒന്ന് പോയി അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു സെമിനാറിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എവിടെ പ്രോഗ്രാമുകൾ വരുമ്പോഴും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരും കേട്ടോ. ഇന്ന ദിവസം ഇന്ന ക്ലാസ് ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകുമ്പോൾ പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടും. അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരുടെ കോൺടാക്ട് നമ്പറുകൾ കിട്ടും. അപ്പം നമുക്ക് സംശയങ്ങൾ ഒരുപാട് അവരോട് ചോദിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് നിശാഗന്ധി എന്ന് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പം നമുക്ക് ഒരു ദിവസം നമുക്കറിയാത്ത ഈ കേരളത്തിനകത്ത് നമ്മൾ എടുക്കാം കേട്ടോ. കേരളത്തിനകത്ത് നമുക്ക് ഒരു ദിവസം അറിയാത്ത എവിടെയെങ്കിലും പെട്ടുപോയി, അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആരുടെയെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് അവരെ കോൺടാക്ട് ചെയ്യാം. അത്രയും ഒരു സൗകര്യമാണ് കേട്ടോ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് വന്നതോടുകൂടിയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ നാട്ടുകാരെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഓൺലൈൻ കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയും വർഷമായി ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. നമുക്കൊരു സ്റ്റാഫ് പോലും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഓൺലൈൻ നമുക്ക് ചെയ്യാനായിട്ട്. ഓൺലൈൻ ചെയ്താലും അതിനകത്ത് പാക്ക് ചെയ്ത് പോകുന്നതല്ലേ. കസ്റ്റമേഴ്സുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ അവരുടെ പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ അവർക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതല്ല, ഓഫ്ലൈനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുഖം വരുന്നത് കേട്ടോ. കാരണം പാക്ക് ചെയ്യേണ്ട, അയക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഡയറക്റ്റ് വരിക, നമ്മുടെ കയ്യിലിരിക്കുന്ന സംഗതികൾ കസ്റ്റമറിന് എടുത്ത് കൊടുക്കുക, അത്രയും മതി. നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ചെയ്യാൻ നമുക്ക് ഇത്രയും വർഷം നമ്മൾ കുറച്ച് കാലം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു. പിന്നെ നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരാളെ കൂടി വെക്കണം എന്ന് തോന്നിയാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൂടെ കൂട്ടുക. ചെറിയൊരു വരുമാനം ഉള്ള രീതിയിൽ കുറച്ചൊരു പൈസ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ പതിയെ പതിയെ ഒരാളായി 2 പിന്നെ പതിയെ നമുക്കിതിങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന സൈസിലൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ വെറൈറ്റീസ് ഓരോ ദിവസവും അല്ല, 2 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ ഇതിനകത്ത് പുതിയ പുതിയ വെറൈറ്റീസ് വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലിങ്കിനകത്ത് നമ്മൾ ഹോൾസെയിലേഴ്സിന് മാത്രമാണ് കേട്ടോ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളുടെ ഈ ഒരു മഴക്കാലം വരുമ്പോഴത്തേക്കും പുതിയ പുതിയ ചെടികൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇതുപോലെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാൻഡിവില്ലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. മാൻഡിവില്ല, ചെമ്പരത്തികൾക്കൊക്കെ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്ലവർ വരുന്നതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹോൾസെയിലേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആവശ്യമുള്ളവർക്ക് ഇതേപോലെയുള്ള ബോക്സുകളിൽ ഇതേപോലെ ട്രേകളിലായിട്ടായിരിക്കും കേട്ടോ പ്ലാന്റ്സ് നമ്മൾ കസ്റ്റമറിന് തരുന്നത്. അപ്പോൾ അതിനൊക്കെ താല്പര്യവും സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന ഫുൾ സപ്പോർട്ടും ഞങ്ങൾ ഓരോരുത്തർക്കും തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വരുന്നത്. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.